പ്രിയപ്പെട്ടവരെ മുത്ത് റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഹുവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഹുവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടം വെച്ച് സ്വഹാബിയാ, വല്ലാത്ത മുഹബ്ബത്ത് വെച്ച മനുഷ്യനാണ്. അവിടുന്ന് പ്രിയപ്പെട്ടവരെ ഹുവൈസ് ബിൻ ആമിറിന് ഒരു വയോവൃദ്ധിയായ ഉമ്മയുണ്ടായിരുന്നു. ഹുവൈസ് ബിൻ ആമിറിന് മദീന കാണണം, മദീനത്തേക്ക് പോകണമെന്ന് വല്ലാത്തൊരു ആശങ്കയുള്ള, വല്ലാത്തൊരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. അവിടുന്ന് ഉമ്മാടെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് പറയുന്നു, ഉമ്മാ ഈ വയസ്സിന് മദീനത്തേക്ക് പോകണം ഉമ്മാ, ഉമ്മാടെ സമ്മതം ഉണ്ടെങ്കിലാണ് പോകുള്ളൂ ഉമ്മാ. പ്രിയപ്പെട്ടവരെ, ഇന്നേത് മക്കളാണ് ഉമ്മാടെ സമ്മതത്തോടെ യാത്ര പോകുന്നത്? ഇന്നേത് മക്കളാണ് ഉമ്മാനെ അനുസരിക്കുന്നത്? ഉമ്മയും വാപ്പയും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയല്ലാതെ ഉമ്മാനെ അനുസരിക്കുന്ന മക്കളുണ്ടോ? ഉമ്മാനെ അനുസരിക്കുന്ന മക്കൾ ഇവിടെയുണ്ടോ? ഉമ്മാനെ അനുസരിക്കുന്ന മക്കൾ ഇവിടെയുണ്ടോ? പ്രിയപ്പെട്ട മക്കള്, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, സ്വർഗം ഉറപ്പാ. എന്നോ ഉമ്മാനെ വേദനിപ്പിക്കുന്നവരാ നിങ്ങളെങ്കിലും, ഉമ്മാനെ പ്രയാസപ്പെടുത്തുന്നവരാ നിങ്ങളെങ്കിലും, വാപ്പയെ പ്രയാസപ്പെടുത്തുന്നവരാ നിങ്ങളെങ്കിലും, അവരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നവരാ നിങ്ങളെങ്കിലും, വല്ലാഹി 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 ഉറപ്പായിട്ട് മക്കളെ അതിനുള്ള പ്രതിഫലം നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമോ? നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചുവല്ലോ. എത്ര ത്യാഗം സഹിച്ചാ നമ്മുടെ ഉമ്മ പ്രസവിച്ചത്. ഉമ്മ അതാ കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസം ആകുമ്പോഴേക്ക് ഗർഭിണിയാകുകയാണ്. അൽഹംദുലില്ലാഹ്, ഉമ്മ അവിടുന്ന് നമ്മളെ ചുമക്കുകയാണ്. പിന്നെ ഉമ്മാക്ക് ഛർദി തന്നെ, ഉമ്മാക്ക് ക്ഷീണം തന്നെ, ഉമ്മാക്ക് ശരീരം മുഴുവനും വേദന തന്നെ, ഉമ്മ ഇങ്ങനെ ഛർദിക്കുക തന്നെ, ഉമ്മാക്ക് ക്ഷീണം തന്നെ. എന്ത് ഭക്ഷണവും ആ സമയത്ത് ഉമ്മച്ചിമാരാകുന്ന നമ്മുടെ ഉമ്മമാര് കഴിക്കുമ്പോ അവരങ്ങ് ഛർദിച്ചു പോകൂലേ? അവർക്കൊരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ആ സമയം എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർത്തു പോകേണ്ട കാര്യമാണ്. നമ്മളാകുന്ന മക്കൾ നമ്മുടെ ഉമ്മാടെ ഉദരത്തിൽ ഇങ്ങനെ കടക്കുമ്പോ ഉമ്മ ഗർഭിണിയായ ഉമ്മാക്ക് നേരെ ഉറക്കല്ല, ഉമ്മാക്ക് ക്ഷീണം തന്നെയാ. എന്തെങ്കിലും കഴിക്കുമ്പോ ഉമ്മ അങ്ങ് ഛർദിക്കുകയാണ്. അപ്പോൾ ഉമ്മ നമ്മളെ ശപിച്ചില്ല. എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, എന്റെ ഉദരത്തിൽ ഒരു ജീവനും കൂടി കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉപ്പയോട് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ഉമ്മ പാതിരാത്രികള് ഉമ്മച്ചിമാര് വേദനിച്ചിട്ട് സഹിക്കവയ്യാതെ ഉമ്മമാര് നെണിഞ്ഞേട്ടിരുന്നു കൊണ്ട് ഇരുന്ന എത്ര ദിവസങ്ങളുണ്ടെന്ന് നമ്മുടെ ഉമ്മമാരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാ മനസ്സിലാകും പെങ്ങളെ, മനസ്സിലാകും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അത്രത്തോളം ത്യാഗം നമ്മുടെ ഉമ്മ സഹിക്കുകയാണ്. നമ്മളാകുന്ന മക്കൾ ഉമ്മാടെ ഉദരത്തിൽ ഇങ്ങനെ കടക്കുമ്പോ നമ്മുടെ ചെറിയ കാലം കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോ ഉമ്മാക്ക് വയറ് വേദനിക്കുകയാ. ഉറങ്ങുന്ന ഉമ്മ പാതിരാത്രിക്ക് നീക്കുകയാ. വേദന സഹിക്കാൻ പറ്റാതെ അങ്ങോട്ടിങ്ങോട്ടും നടക്കുകയാ, വല്ലാത്ത പ്രയാസപ്പെടുകയാ. എന്നിട്ട് ഉമ്മ നമ്മളെ തള്ളിപ്പറഞ്ഞില്ല. മരണത്തിന്റെ തുല്യവേദനയാകുന്ന പ്രസവ വേദന സഹിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചുവല്ലോ. ആ സമയത്ത് ഉമ്മ ആ വേദനകളൊന്നും നോക്കാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പോലും പ്രസവ വേദന പോലും ഉമ്മ നോക്കാതെ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കണ്ണു തുറന്നിട്ട് ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ പൈതലാകുന്ന കുഞ്ഞെവിടെയാ? എന്റെ മോള് അല്ലെങ്കിൽ എന്റെ മോനെവിടെയാ? അപ്പോഴും നമ്മുടെ ഉമ്മാടെ സ്നേഹം നോക്കിയേ. ഉമ്മാനെ ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടുന്നതല്ല. ഇന്നലെ വന്ന
പെണ്ണിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉമ്മാനെ കുറ്റപ്പെടുത്തുന്നവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഗൗരവത്തോടെ പറയുകയാ, ഉമ്മാടെ ശാപം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ വിജയിക്കൂല വാപ്പാ, നമ്മൾ വിജയിക്കൂല ഉമ്മാ. അങ്ങനത്തവർ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വഅള കഴിഞ്ഞ വീട്ടിലേക്ക് പോകുമ്പോ ഉമ്മാടെ ചാരത്തേക്ക് പോയിട്ട് ഉമ്മാടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മനോട് പറയണം, ഉമ്മാ അറിവില്ലാണ്ടാണ് ഉമ്മ, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് ഉമ്മ, പക്വതയില്ലാത്തത് കൊണ്ടാണ് ഉമ്മ, ഉമ്മ പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ. എത്രത്തോളം ലോലമായ മനസ്സിന്റെ ഉടമയാ നമ്മുടെ ഉമ്മമാരെന്നറിയോ? അവര് മനസ്സിൽ വെച്ച് നടക്കൂല, അവരൊന്നും മനസ്സിൽ വെച്ച് നടക്കൂല. മക്കളാകുന്ന നമ്മൾ ഉമ്മാടെ അരികത്തേക്ക് പോയിട്ട് ഇത് പറയുമ്പോ ഉമ്മമാര് നമുക്ക് പൊരുത്തപ്പെട്ടിട്ടുമല്ലോ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ ചുംബനം കൊടുക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ചുംബനം കൊടുക്കുന്നുണ്ട്, നമ്മളെ കാമുകിമാർക്ക് നമ്മൾ ചുംബനം കൊടുക്കുന്നുണ്ട്, കൂട്ടുകാർക്ക് ചുംബനം കൊടുക്കുന്നുണ്ട്. എന്നാ വയോവൃദ്ധയായ വയസ്സായ ഒരു ഉമ്മ തന്റെ വീട്ടിലുണ്ട്. ഒന്ന് വാരി പുലർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കാ, ഉമ്മാക്കൊരു ചുംബനം കൊടുക്കാ. പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതിനെല്ലാം ബെനിഫിറ്റ് ആയിട്ട് അല്ലാഹു നമുക്ക് തരുന്നത് എന്തെന്നറിയോ? സ്വർഗമെന്നുള്ളൊരു പ്രതിഫലമാണ്. ഉമ്മ എത്രയോ വലുതായ മക്കളാണെങ്കിലും നമ്മൾ ഉമ്മാടെ അടുത്തേക്ക് പോയിട്ട് ഉമ്മ കഴിക്കുമ്പോ ഉമ്മ ഒരു ഉരുള ഭക്ഷണം ഒന്ന് എനിക്ക് വാരിത്തരുവോ ഉമ്മ എന്ന് പറയാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? എനിക്ക് 21 വയസ്സ് പ്രായമാ. ഇന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാ എൻ്റെ ഉമ്മാടെ അരികിലേക്ക് പോയിട്ട് ഉമ്മ കഴിക്കുമ്പോ അല്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പോ ഉമ്മനോട് ഞാൻ പറയുന്നുണ്ട്, ഉമ്മ എപ്പോഴെങ്കിലല്ലേ ഉമ്മ വീട്ടിലേക്ക് വരുള്ളൂ. 3 ആഴ്ചത്തോളമായി വീട്ടിലേക്ക് പോയിട്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രദേശം എന്ന് പറയുന്ന കാരാങ്കുറിശി ഭാഗത്താണ്. അപ്പോൾ രാവിലെ ഇൻഷാ അല്ലാഹ് വീട്ടിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലേ വീട്ടിലേക്ക് പോകുള്ളൂ. ആ സമയത്ത് ഉമ്മനോട് പറയുന്നുണ്ട്, ഉമ്മ ഒന്ന് വാരിത്തരുവോ ഉമ്മ. എന്റെ ചെറിയ പെങ്ങളും എന്റെ കൂടെ ഇരുന്ന് ഉമ്മ വാരിത്തരുമ്പോ ഞങ്ങൾ കഴിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയുകയാണ്, ഉമ്മായുടെയും ഉപ്പായുടെയും ഉസ്താദുമാരുടെയും ദുആ കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പൊരുത്തമാണ്, അത് അവരുടെ ദുആയാണ്. അല്ലാഹു അവരുടെ പൊരുത്തം അല്ലാഹു